ഖനൂരി അതിർത്തിയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കർഷകൻ കൊല്ലപ്പെട്ടു. ശുഭകരൻ എന്ന പേരുള്ള കർഷകൻ ബുള്ളറ്റ് തറച്ചു കൊല്ലപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് നവജോത് സിംഗ് സിദ്ധു ട്വീറ്റ് ചെയ്തു. ദില്ലി ചലോ ട്രാക്ടർ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്ന് അതിന്റെ കർഷക സംഘടനകൾ വ്യക്തമാക്കി. ഖനൂരി സംഘർഷത്തിൽ 12 ഹരിയാന പോലീസുകാർക്കും ഗുരുതര പരിക്ക് പറ്റിയെന്നതാണ് റിപ്പോർട്ടുകൾ. അതിർത്തിയിൽ സംഘർഷം പലയിടത്തും തുടരുന്നുണ്ട്. ശംഭു അതിർത്തിയിൽ നിന്നും അനൂപ് ദാസ് വിവരങ്ങൾ നൽകും. ശുഭകരൻ എന്ന 24 വയസ്സുകാരനായ കർഷകൻ ഖനൗരിയിൽ കർഷക പ്രക്ഷോഭത്തിനെത്തിയതായിരുന്നു. ഇന്ന് ഉച്ചയോടെ ഉണ്ടായ രൂക്ഷമായ ടിയർ ഗ്യാസ് പ്രയോഗത്തിൽ തലയുടെ പിറകിൽ പരിക്കേറ്റ ശുഭകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉടൻ തന്നെ മരണവും സംഭവിച്ചു എന്ന് കർഷകർ ആരോപിക്കുന്നു. എന്നാൽ അതേസമയം ഹരിയാന പോലീസ് ഈ ആരോപണം അംഗീകരിക്കാൻ ഈ സമയം വരെ തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ ഏതാണ്ട് 10,000-ലധികം വരുന്ന കർഷകർ ഖനൗരിയിൽ അതിശക്തമായ സമരവുമായി രംഗത്ത് വന്നു. അവർ ഹരിയാന പോലീസുമായി നേർക്കുനേർ എത്തുന്ന കാഴ്ച അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. ഇന്ന് പകലിൽ രാവിലെ മുതൽ പലവട്ടം അതിരൂക്ഷമായ സംഘർഷത്തിന്റെ വേദിയായി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഇടം മാറിയിട്ടുണ്ടായിരുന്നു. 20-ലധികം കർഷകർക്കാണ് ഇവിടെ മാത്രം പരിക്കേറ്റത്. കൈക്കും കാലിനും തലയ്ക്കുമെല്ലാം പരിക്കേറ്റ കർഷകരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല, ഒരു 200 മീറ്റർ അപ്പുറത്തൊക്കെയുള്ള കർഷകർക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ വേണ്ടി ഇവിടെ ഈ പോലീസ് ഡ്രോണുകൾ ഉപയോഗിച്ചു. ഡ്രോണുകൾ പറത്തി ഈ ഹരിയാനയിലുള്ള പോലീസ് പഞ്ചാബിന്റെ ഭൂപ്രദേശത്തേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ച് ടിയർ ഗ്യാസ് ഷെല്ലുകൾ പ്രയോഗിക്കുന്നതിന്റെ കാഴ്ചയും ഇവിടെ കാണാൻ പറ്റി. എന്തായാലും സമരം അതിശക്തമായി ഈ ദിവസവും തുടരുന്നു എന്നാണ് ശംഭുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം. ശംഭു അതിർത്തിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.